വണക്കം. വയനാടുണ്ടായ അതിഭീകരമായിട്ടുള്ള ദുരന്തം. ഈ അതിഭീകരമായിട്ടുള്ള ദുരന്തത്തെ പ്രതിരോധിക്കാനായി സൈന്യം ഉൾപ്പെടെ പിന്നെ വേറെയും ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വയനാടെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം അവരുടേതായ PR ടീമുണ്ട്, PR വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതിനകത്തൂടെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും എന്നോട് ദേഷ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല, അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ വയനാടെത്തുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പലരും അതിന് ഇന്ന പാർട്ടിയൊന്നൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയത്, എൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ എൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ ഏറ്റവും ത്വരിതഗതിയിൽ പ്രവർത്തനം നടന്നത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്തത്തിലൂടെ അവർ ഇനി വരാൻ പോകുന്ന വയനാട്ടിലെ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ തെറ്റാണ് എന്നറിഞ്ഞിട്ടും ജനവികാരം എതിരാകും എന്ന് കണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ച് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും വയനാട് നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും എല്ലാം മാനിച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അവിടെ വന്നൊരാൾ ഇട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു PR വർക്ക് പോലും അവിടെ വന്നൊരാൾ നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് പോലും അദ്ദേഹം ബൈറ്റ് കൊടുക്കാൻ മടിക്കുകയായിരുന്നു. മറിച്ച് അദ്ദേഹം ആ വയനാടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ കർമ്മനിരതനായി ഇരിക്കുകയായിരുന്നു. മറ്റാരെത്തുന്നതിന് മുമ്പേ അദ്ദേഹം അവിടെ ഓടിയെത്തി. എല്ലാ ആൾക്കാരും പോയി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിക്കുന്നതും. കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് അരമണിക്കൂർ ഇടവിട്ട് അദ്ദേഹം അയച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് കുര്യൻ. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വെറും ഒരു 100 രൂപയുടെ മഴക്കോട്ടുമിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്നും വരാതെ, ഒരു മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തെ കവർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ ആൾക്കാരെയും മാധ്യമങ്ങൾ കവർ ചെയ്യുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പോയി നിന്ന് ബൈറ്റ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പല ആൾക്കാരും PR വർക്കുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ വന്ന ഏറ്റവും വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടേണ്ട ആളും ഈ ജോർജ് കുര്യനാണ്. ആണോ അല്ലേ? അവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടേണ്ട ആൾ ജോർജ് കുര്യനാണ്. ജോർജ് കുര്യനെ ചുറ്റിപ്പറ്റിയായിരിക്കണം വാർത്താ സംഘങ്ങൾ അവിടെ എപ്പോഴും നിൽക്കേണ്ടത് എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജോർജ് കുര്യൻ എന്താണ് അവിടെ ചെയ്യുന്നത്? കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് ജോർജ് കുര്യൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജോർജ് കുര്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. ഇതാ കേന്ദ്രമന്ത്രി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന്. പക്ഷെ മാധ്യമങ്ങൾ അതൊന്നും പറയാത്തത് കൊണ്ടല്ല, ജോർജ് കുര്യൻ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടും കൃത്യമായി യാതൊരു കൃത്യവിലോപവും ഇല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് ജോലി ചെയ്തത് കൊണ്ട് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജോലിയിൽ യാതൊരുവിധ ഫോൾട്ടും അല്ലെങ്കിൽ ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ, സാധാരണ BJP മന്ത്രിക്കെതിരെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. സുരേഷ് ഗോപി വയനാട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അതിഭീകരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണ്. മോഹൻലാൽ വയനാട്ടിൽ വന്നു എന്ന് പറഞ്ഞ് പല ആൾക്കാരും ബഹളം വയ്ക്കുന്നുണ്ട്. മോഹൻലാൽ ഒരു സംഖ്യയാണ് എന്നുള്ള ഒരു പുറംമോടി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ നല്ലത് പറയുന്നില്ല, എന്നാൽ മോശം പറയാൻ ജോർജ് കുര്യൻ അവസരം കൊടുത്തിരുന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഭയമായിരുന്ന സാഹചര്യത്തിൽ ചൂരൽമലയിൽ സൈന്യത്തിന് ശേഷം അദ്ദേഹം ഓടിയെത്തി. ആ ബെയിലി പാലം നിർമ്മിക്കാനായിട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തു. ആരും ഇത് നിങ്ങളോട് പറഞ്ഞു കാണില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അവിടെ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടന്ന് സൈന്യത്തെ ഏകോപിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ദുരന്തമുണ്ടായി, തുടക്കം മുതൽ പറഞ്ഞുതരാം. ഈ ദുരന്തമുണ്ടായ വിവരം രാവിലെ 3 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയുന്നു. 3 മണിക്ക് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞതിൽ പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വിലയിരുത്തുന്നു. ദുരന്തത്തിൽ 100 കണക്കിന് ആൾക്കാർ മരണപ്പെട്ടേക്കാമെന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു? നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ 4 മണിക്ക്, അദ്ദേഹം ഉറക്കത്തിലാണെന്ന് ആലോചിക്കണം, അദ്ദേഹത്തെ 4 മണിക്ക് വിളിച്ചുണർത്തുന്നു. 4 മണിക്ക് വിളിച്ചുണർത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്ററും എല്ലാം മലയോര മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എവിടെ നിന്നാണ് ദുരന്തം ഉണ്ടായതെന്ന് പോലും ചോദിക്കാതെ അദ്ദേഹം ചാടി എഴുന്നേൽക്കുന്നു, കാര്യങ്ങൾ വിലയിരുത്തുന്നു. അതിനുശേഷം അദ്ദേഹം അരമണിക്കൂറിനുള്ളിൽ
നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നിർദ്ദേശങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. മരണസംഖ്യ വലുതാകാം. നേരം വെളുത്ത് വരുമ്പോഴാണ് നമുക്ക് എത്രയാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ നരേന്ദ്രമോദി നിർദ്ദേശിച്ചു ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് ചെല്ലണം. അദ്ദേഹം ഒന്നും നോക്കിയില്ല. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് എടുത്തു. ആ ബാംഗ്ലൂരിൽ നിന്നും അദ്ദേഹം എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ നേരെ കോഴിക്കോട് വന്നിറങ്ങി. വയനാട് പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ കോഴിക്കോട് വന്നിറങ്ങി. കോഴിക്കോട് നിന്നും അദ്ദേഹം നേരെ വന്നത് വയനാട്ടിലേക്കാണ്. അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് വന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അതൊന്നും വേണ്ട എന്ന് വെച്ച് ഒരു കാർ എടുത്ത് നേരെ വയനാട്ടിലേക്ക് വന്നു. വയനാട്ടിലേക്ക് അദ്ദേഹം എത്തി. കളക്ടറുടെ യോഗം വിളിച്ചു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം ചൂരൽ മലയിലേക്ക് തിരിച്ചു. അപ്പോൾ സൈന്യം പറഞ്ഞു, താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ്, താങ്കൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞു. കാരണം ഇവിടെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് സൈന്യം അദ്ദേഹത്തോട് പ്ലീഡ് ചെയ്തു. പക്ഷേ തൻ്റെ സ്വന്തം ജീവൻ പോലും അദ്ദേഹം പണയം വെച്ചുകൊണ്ട് അദ്ദേഹം നേരെ ചൂരൽമലയിലേക്ക് ചെല്ലുകയാണ് ചെയ്തത്. ആ താൽക്കാലിക പാലം വഴി കടന്ന് അദ്ദേഹം സൈന്യത്തിൻ്റെ അടുത്തേക്ക് രക്ഷാപ്രവർത്തന ദൗത്യം ഏകോപിപ്പിക്കാനായിട്ട് ചെല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ചെല്ലുന്നു. അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. വലിയ നിലവിളികൾ ഉയരുന്നു. അദ്ദേഹം ഒരു 100 രൂപയുടെ മഴക്കോട്ടും ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹം ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നു, സൈന്യത്തെ ഏകോപിപ്പിക്കുന്നു, വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നു. മാധ്യമങ്ങൾ പോലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. മാധ്യമങ്ങൾക്ക് പോലും ഭയമായിരുന്നു ആ ദുരന്ത മുഖത്തേക്ക് എത്താൻ എന്ന് നമ്മൾ ആലോചിക്കണം. അദ്ദേഹം അവിടെ എത്തുന്ന ചിത്രം, അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലില്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇട്ടിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് നേരെ ചൂരൽമലയിലേക്ക് വരുന്ന ദൃശ്യം ഇട്ടിട്ടില്ല. അദ്ദേഹം ബെയിലി പാലം കടന്നു പോകുന്ന ദൃശ്യം ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ 100 പേരില്ല, 1000 പേരില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു PR വർക്കിൻ്റെ ഒരു സംഭവമായിട്ട് അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. പക്ഷേ അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ ഇതിൽ ഒരു തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂടെ ഒരു സാധ്യത കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് ജോർജ് കുര്യൻ യാതൊന്നും നോക്കാതെ ജനങ്ങളെ രക്ഷിക്കണം, അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണം, തൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഇത് എന്നുള്ള രീതിയിൽ ചാടി വരുന്നതും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹം PR വർക്കിന് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. ഒരാഴ്ച അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപ്പോഴേക്കും അവിടെ എല്ലാവരും ഓടിയെത്തി. വലിയ തിക്കും തിരക്കുമായി സന്നദ്ധ പ്രവർത്തകരെത്തി. വലിയ രീതിയിലുള്ള ബെയിലി പാലം നിർമ്മാണം തുടങ്ങി. അതിന് ജോർജ് കുര്യനാണ് നേതൃത്വം കൊടുത്തതെന്ന് ഇവിടെയുള്ള ഒരു മാധ്യമങ്ങളും നിങ്ങളോട് പറഞ്ഞു കാണില്ല. അദ്ദേഹമാണ് അതിനുള്ള ഉത്തരവും കാര്യങ്ങളും എല്ലാം ശരിയാക്കി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അവിടെ ഒരാഴ്ച പ്രവർത്തനം നടത്തി. ഒരാഴ്ച അദ്ദേഹം അതിരാവിലെ ഉറക്കം പോലും ഇല്ലാതെ, ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ ഓടി നടക്കുകയായിരുന്നു. കേന്ദ്രവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെ വേണമെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ച അവിടെ പണിയെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശേഷം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം കേന്ദ്രം തിരിച്ചു വിളിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം തിരിച്ച് കേന്ദ്രത്തിലേക്ക്, അതായത് ഡൽഹിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി അവിടെ ഇങ്ങനൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ എത്ര പേരറിഞ്ഞു? അത് അറിയിക്കേണ്ട ബാധ്യത അറ്റ്ലീസ്റ്റ് മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഇല്ലേ? മാധ്യമപ്രവർത്തകർ അത് ചെയ്തില്ല. അദ്ദേഹം അത് ചെയ്യാനുള്ള ഇട കൊടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ പലരും, ഞാൻ മനസ്സിലാക്കുന്ന മാധ്യമപ്രവർത്തകർ പലരും അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് PR വർക്കിൽ താല്പര്യമില്ല. സാർ, ഇത് PR വർക്കല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും എന്ത് ചെയ്താലും, അതായത് ഈ ദുരന്തമുഖത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ എൻ്റെ രീതിയിൽ എന്തു വന്നാലും അതൊരു PR വർക്ക് തന്നെയാണ് എന്ന് ജോർജ് കുര്യൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ പണിയെടുത്തത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. PR വർക്ക് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കേന്ദ്രമന്ത്രി, സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എപ്പിറ്റോം എന്നൊക്കെ പറയില്ലേ, വലിയൊരു മാതൃകയാണ് അദ്ദേഹം. ഒരു മകുടോദാഹരണമാണ് ഒരു മന്ത്രി എങ്ങനെ ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്ന് സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതായത് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടുണ്ട്, അതായത് പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമുണ്ട്, നമ്മുടെ പ്രവർത്തനം സൈലൻ്റ് ആയിരിക്കണം, നമ്മുടെ സക്സസ് ആയിരിക്കണം ആ പ്രവർത്തനത്തിൻ്റെ മികവ്
മറ്റുള്ളവരോട് വിളിച്ച് പറയേണ്ടതും. അതുപോലെയാണ് കേന്ദ്രമന്ത്രി അവിടെ എത്തിയത്. അദ്ദേഹം അവിടെ എത്തി ഇത്രയും കാര്യങ്ങൾ ഏകോപിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളിലും ക്ലാഷ് വന്നതിന് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ഏകോപിപ്പിച്ചു, അദ്ദേഹം അത് ഭംഗിയായി നിറവേറ്റി. അതിനുശേഷം ഇത്രയും ആൾക്കാരെ രക്ഷിച്ചു. 354 പേരടക്കം മരിച്ചെങ്കിലും 250 പേരെ കാണാനില്ലെങ്കിലും ഒരാളുടെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എത്രയോ പേര് അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു, മാറ്റി താമസിപ്പിച്ചു. അതിൻ്റെ എല്ലാം റിയൽ ഹീറോ എന്ന് പറയുന്നത്, ആദ്യത്തെ കയ്യടി പോകുന്നത് ജോർജ് കുര്യനാണ്. ജോർജ് കുര്യന് മാത്രമാണ്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.